ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എങ്ങനെയാണ് ഒരു സ്ഥാപനം ബിനാമിയാണോ അല്ലേ എന്നുള്ള ചെക്കിങ് വരുന്നതെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്. അതിപ്പോൾ ഞങ്ങൾ സ്പോൺസർ ഫുൾ ടൈം ഞങ്ങളുടെ ഇത് ഇൻവോൾവ് ആണ്, അതുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് അറിയാൻ പറ്റുന്നത്, ഞങ്ങൾ ബാങ്കിൽ നിന്ന് പൈസ ഒന്നും എടുക്കുന്നില്ല, ഇങ്ങനെയുള്ള പല ന്യായീകരണങ്ങളും പലരും പറയാറുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൗദിയിലുള്ള 14 ഡിപ്പാർട്ട്മെൻറ്റുകൾ, 14 ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ബാങ്ക്, ഇപ്പോൾ സക്ക ഡിപ്പാർട്ട്മെൻറ്റ്, ജവാസാത്ത്, മക്തബുൽ അമൽ, ഈ എല്ലാ 14 ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകളുമായിട്ട് കണക്റ്റഡാണ്. ഇപ്പോൾ ഒരാളുടെ നിങ്ങളുടെ ഒരു എംപ്ലോയി, ആ എംപ്ലോയി നിങ്ങളുടെ അടുത്ത് വർക്ക് ചെയ്യുന്ന ആളല്ല, അയാളെ മറ്റേതെങ്കിലും ഒരു ചെക്കിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ വരെ നിങ്ങൾക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നോട്ടിഫിക്കേഷൻ പോകും. കാരണം ഇയാൾ ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര കൊല്ലത്തേക്ക് ഇക്കാമ പുതുക്കിയത് നിങ്ങളുടെ കമ്പനിയിലാണെന്ന് വ്യക്തമായിട്ടുള്ള മെസ്സേജ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നത് വ്യക്തികളല്ല, സിസ്റ്റമാണ്. അപ്പോൾ എഐനെ പറ്റി അറിയാവുന്ന ആളുകൾക്ക് ഇതിലൊരു കൺഫ്യൂഷനേ ഉണ്ടാവില്ല, ഒറ്റയടിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 200 റിയാലിന് കിട്ടുന്ന ഒരു ക്യാമറ വാങ്ങിയിട്ട് നമ്മളൊരു റൂമിൽ ഫിറ്റ് ചെയ്തിട്ട് അതിൽ ആ ഫോക്കസ് ചെയ്യുന്ന ഏരിയയിലുള്ള സാധനത്തിന് ജസ്റ്റ് ഒരു കള്ളി വരച്ച് അത് മൂവ് ചെയ്താൽ ഒരു മെസ്സേജ് വരണം എന്നുള്ള സാധനം സെറ്റ് ചെയ്ത് വെക്കാൻ ഒരു 200 റിയാലിൻ്റെ ക്യാമറയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റത്തിന് എന്തൊക്കെ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംശയമുള്ള ആളുകൾ ശരിക്കും അത് പഠിക്കുക തന്നെ വേണം എന്താണെന്നുള്ളത്. ഒരു ചെറിയ 200 റിയാലിൻ്റെ ക്യാമറയ്ക്ക് നമ്മളൊരു ടേബിളിൽ ഇരിക്കുന്ന ഒരു കീ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു SMS അയക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇത്രയും വ്യാപൃതമായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കണക്ട് ചെയ്തിട്ട് വെച്ചൊരു സാധനത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഈ ചില ആളുകൾ ഡെയിലി ബാങ്കിൽ നിന്ന് 5,000 വെച്ച് ക്യാഷ് എടുക്കുന്ന ആളുകളുണ്ട്. ചിലർ ഒരു സ്പോൺസർ പോയിട്ട് ഒരു 100,000 വിഡ്രോ ചെയ്തു. ആ പൈസ ഈ സ്പോൺസർ എന്ത് ചെയ്തു എന്നുള്ളത് എങ്ങനെ സർക്കാരിന് മനസ്സിലാവുന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഈ വ്യക്തിൻ്റെ ഒരു ആനുവൽ സ്പെൻഡിങ്ങിൻ്റെ കണക്ക് കിട്ടാൻ ഒരു പണിയുമില്ല. ഇന്നത്തെ കാലത്ത് അയാൾക്ക് എന്താണ് ഇൻവോയ്സ് ഇല്ലാതെ വാങ്ങാൻ പറ്റുക? ആ വ്യക്തിക്ക് വീട്ടിൽ എത്ര ചിലവുണ്ട്, അയാൾ വണ്ടിയുടെ അടവെത്ര അടക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡഡാണ്. ഇപ്പം എൻ്റെ ഒരു ഡാറ്റ ഞാൻ റീസെൻ്റ്ലി ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുപ്പിച്ചിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഡാറ്റയിൽ ഈ സിബിൽ സ്കോർ പോലെ ഇതിന് ഒരുപാട്, ഈ സിബിൽ സ്കോറൊക്കെ നമുക്ക് എങ്ങനെ റേസ് ചെയ്ത് വരുന്നത്, ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഒരു പോയിൻ്റ് ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിനുള്ള ക്രൈറ്റീരിയ മറ്റതൊക്കെ അല്ലേ. അപ്പോൾ അതിലൊക്കെ പോയിൻ്റ് റേസ് ചെയ്ത് വരുന്നത് അവർക്ക് എങ്ങനെ മനസ്സിലാവുന്നത് നമ്മൾ ഈ അടവടക്കുന്ന ആളാണെന്നുള്ളത്? ഈ ബാങ്കുമായിട്ട് നമുക്ക് ഒരു ഡീലും ഇല്ലല്ലോ എന്നൊക്കെ ആൾ പറയാറില്ലേ. അതൊക്കെ ഈ AI പോലത്തെ സിസ്റ്റം തന്നെയാണ് അതിലൊക്കെ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു പോയിൻ്റ് കൂടി വരുന്നത് എങ്ങനെയാണ്, പോയിൻ്റ് കുറഞ്ഞു വരുന്നത് എങ്ങനെയാണ്, ഒരു ആനുവൽ സ്പെൻഡിങ് എന്താണ്, മന്ത്ലി സ്പെൻഡിങ് എന്താണ് ഒരു വ്യക്തിയുടെ എന്നുള്ളത് ഒറ്റ ക്ലിക്കിൽ കിട്ടും. അത് സർക്കാരിന് മാത്രമല്ല, ഈ ബാങ്കിലെ സ്റ്റാഫിന് ഒരൊറ്റ ക്ലിക്കിൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും ഈ ഇന്നത്തെ കാലത്ത് ട്രാൻസ്പെറൻസി ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ 14 ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകളായിട്ട് കണക്ട് ചെയ്തതായതുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് എന്നുള്ളതൊന്നുമല്ല ഇതിലെ കാര്യം. റിയാലിറ്റി നിങ്ങളടുത്ത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ മിസ്റ്റേക്കുകളും ഓരോ ഇതിലേക്കുള്ള പോയിൻ്റായിട്ട് കയറി കിടക്കുന്നുണ്ടാവും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഗെയിൻസ്റ്റാണ് ഇനി വരുന്ന ചെക്കിങ്ങൾ വരിക. അതല്ലാതെ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഷോപ്പിൽ ഒരു സ്ഥാപനത്തിൽ ചെക്കിങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വരിയിൽ 10 ഷോപ്പ് ഉണ്ടെങ്കിൽ 10 ഷോപ്പിലും കയറിയിട്ട് ബേസിക് ഡോക്യുമെൻ്റ് അവർ ചോദിക്കും. ഈ ബേസിക് ഡോക്യുമെൻ്റ് ചോദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ പ്രോപ്പർ ഡാറ്റ അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ഓൾറെഡി ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുത് വലുത് എന്നുള്ള യാതൊരു ക്രൈറ്റീരിയനില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എത്ര പെട്ടെന്ന് പിടിക്കപ്പെടുന്ന സാധനങ്ങൾ ഫൈനാൻഷ്യൽ സാധനങ്ങളാണെങ്കിലും ഈ എംപ്ലോയീസ്, ഇപ്പോൾ നിങ്ങളൊരു ലെറ്റ്സ് ഒരു ലാസ്റ്റ് ഇയർ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് കാണിക്കാത്ത മോസസ് ആണെങ്കിൽ ഒരു ടോട്ടൽ ടേൺ ഓവർ കാണിച്ചിട്ടുണ്ടാവും. ടോട്ടൽ ടേൺ ഓവർ ഒരു കമ്പനിയിൽ 1 മില്യൺ റിയാലാണ് കാണിച്ചത്. ആ കമ്പനിയിൽ ചിലപ്പം 15 പണിക്കാരുണ്ടാവും. ഈ ബാക്കിയുള്ള 5 പണിക്കാർ പുറത്ത് പണിയെടുക്കായിരിക്കും ചെയ്യുന്നത് ഇതേ സ്പോൺസറുടെ കീഴിലുള്ള. ഈ സ്പോൺസർ ഇങ്ങനെ 15 പണിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് ഇയാൾക്ക് ലോസ് വരാതെ കാണിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് പേപ്പറിൽ എഴുതി കൂട്ടി നോക്കി. അത് ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല പലർക്കും. നിങ്ങളുടെ മൊത്തം സ്പോൺസറുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ചിലപ്പം 15 ആളുണ്ടാവും. നിങ്ങളെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന 7 ആളോ 6 ആളോ ആയിരിക്കും. പക്ഷേ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അണ്ടറിൽ ഇത്രയും ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ സ്പോൺസർ കാണിച്ചിട്ടുണ്ടാവുക. ബാക്കി 5-6 ആളാൾ പുറത്ത് പണിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ ആക്ച്വലി ഈ സ്പോൺസറുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ എക്സ്പെൻസിൻ്റെ അണ്ടറിലാണ് ഇവരുടെ എല്ലാം സാലറി വരുന്നത്.
നിങ്ങൾ ടോട്ടൽ കാണിക്കുന്ന ഒരു കൊല്ലത്തെ ടേൺ ഓവറും ഇതും തമ്മിൽ ടാലി ആവില്ല. അപ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പിടിക്കാൻ വളരെ ഈസിയാണ്. ഇയാൾ തന്നെ ഫ്രോഡാണ്, ഈ സൗദി തന്നെ കൂലിക്കഫീലായിട്ട് നിൽക്കുന്ന ആളാണെന്നുള്ളത് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഈ റിപ്പോർട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇത്. അപ്പോൾ അത് പറയുമ്പോൾ ആളുകൾ പറയും അത് ഞങ്ങളതല്ലല്ലോ, അത് മറ്റാളുകളല്ലേ എന്ന്. പക്ഷേ ഒരു CRൻ്റെ അണ്ടറിലാണ് നിങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ബ്രാഞ്ചിൻ്റെ മറ്റൊരു CRൽ ഉള്ള ഒരാളെ ചെക്കിങ് വന്നു കഴിഞ്ഞാൽ ആ ടോട്ടൽ കമ്പനിക്ക് അത് എഫക്റ്റ് ചെയ്യും. നിങ്ങൾ അയാളുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ആളോ അയാൾ സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കും അത് എഫക്റ്റ് ചെയ്യും. ആ ടോട്ടൽ കമ്പനിക്കാണ്, ആ ഒരു സൗദിയുടെ ID നമ്പറിലുള്ള എല്ലാ കമ്പനിക്കും അത് എഫക്റ്റ് ചെയ്യും.